നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. ചെറുപയർ കറി നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് ചെറുപയർ ഇന്നലെ രാത്രി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ചതും 3-4 വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുകയാണ്. ഇനി 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ക്രഷ് ചെയ്ത കുരുമുളകാണ്. ഇത് 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് 2 വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചെറുപയർ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതാണ്. ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സവോള ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഈ പാൻ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഈ കറി കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. തിളച്ച് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.